Hello everyone, welcome to my channel, welcome to Enchanted Reader Malayalam. In the universe എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. പിന്നെ നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം നിങ്ങൾ ഈ റീഡിംഗ് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ മെസ്സേജസ് ആണ് ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്നുള്ളത്. ലെറ്റ്സ് സീ. ഇവിടെ എനിക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് 7 of Pentacles ആണ്. Queen of Cups ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. Ten of Wands. Page of Swords ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. 3 of Swords റിവേഴ്സ് വന്നിട്ടുണ്ട്. അതിന് ചുവട്ടിലായിട്ട് വന്നിരിക്കുന്നത് 5 of Wands ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോഴും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ട്. ഈവൻ ദോ അതൊരു മെൻ്റൽ ഫൈറ്റ് ആയിരിക്കാം കേട്ടോ. ഓക്കെ, ഇല്ലെങ്കിൽ ശരിക്കും കുറേ ആൾക്കാർ നിന്നിട്ടുള്ള ഫൈറ്റല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മെൻ്റലി അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറ് അല്ല എന്നുള്ള രീതിയിൽ കൂടെ പോവുക. ഓക്കെ, പക്ഷെ എന്നാലും ആ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിൽ നിന്ന് കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ മാറ്റം വരും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. ഈ പേഴ്സൺ തന്നെ നിങ്ങളെ റീച്ച് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പേജ് ഓഫ് സ്പോർട്സ് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ഈ പേഴ്സണിൽ നിന്ന് ഒരു പോസിറ്റീവ് ഔട്ട്കം കിട്ടണം, ഇല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൂവ് ഉണ്ടാവണമെന്ന് കരുതി ഇരിക്കുന്നതായിട്ട് എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ ഒരുപാട് ബേർഡൻ എടുത്ത് വെച്ചിട്ടുണ്ട് അവരുടെ തലയിൽ ഓൾറെഡി. അവർക്കത് കളയാതെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കൊണ്ട് ഒരു യൂസും ഇല്ല എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. ഓക്കെ, ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നോക്കട്ടെ. എനിക്കിവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ്. എന്തൊക്കെയോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി അവർക്ക് സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിനർത്ഥം അവർ ഇമോഷണലി അൺസ്റ്റേബിൾ ആണ് എന്നുള്ളതാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളത്. ഒരു ആർഗ്യുമെൻറ്റ്സ്, മെൻ്റൽ ഫൈറ്റ് ആയിരിക്കാം അത് ചിലപ്പം. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ബേർഡൻസ് ഓൾറെഡി അവരുടെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്, അവരായിട്ട് തന്നെ കയറ്റി വെച്ചതാണ്. ഓക്കെ, അതിനൊരു ചെറിയ മാറ്റം വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ 3 of Swords റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്തായാലും അവരുടെ ലൈഫിൽ മുമ്പ് നടന്ന, അതായത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പാസ്റ്റിൽ എന്താണ് അവർ ലവ് റിലേറ്റഡ് ആയിട്ട് സംഭവിച്ചിട്ടുള്ളത്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ആയിരിക്കും, അവിടെ സംഭവിച്ചിട്ടുള്ള ബ്രേക്കപ്സ് ആയിരിക്കും, അതിലേക്ക് അവർ തിരിഞ്ഞ് നോക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. ഓക്കെ, അവർക്ക് ഇവിടെ ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അവർക്ക് ചിലപ്പോൾ മനസ്സിന് മാറ്റം വരാനുള്ളൊരു ചാൻസ് എനിക്ക് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിൽ കൂടി എനിക്ക് ആ ഒരു മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഇമോഷണൽ ചേഞ്ച് സംഭവിക്കുന്നുള്ളത്. ഇവിടെ 4 of Cups ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നത് പോലെ. ഇതെല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അവർ ഒരുപാട് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് വരുന്ന മെസ്സേജ്. വല്ലാതെ ഡിപ്രസ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിപ്പോൾ കാണുന്നത്. വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ഇഷ്യൂസ് ഈ പേഴ്സണൽ ലൈഫിൽ കൂടെ പോകുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളത്. ഒരു മെൻ്റൽ ഫൈറ്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ശരിക്കും വേർബൽ ഫൈറ്റ് ആയിരിക്കാം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തിട്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക, അങ്ങനെയും ആവാം. ഓക്കെ, അങ്ങനെ ഒരു ഫൈറ്റ് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇല്ലെങ്കിൽ മെൻ്റലി ആയിരിക്കാം. അതായത് അവർ ഒരു ഈഗോ ക്ലാഷ് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ മനസ്സിലുണ്ട്
അവരിങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കട്ടെ, നിങ്ങൾ വിചാരിക്കുക അവരിങ്ങോട്ട് മെസ്സേജ് അയക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക അവരിങ്ങോട്ട് വിളിക്കട്ടെ, അല്ലെങ്കിൽ അവർ വിചാരിക്കും നിങ്ങൾ അങ്ങോട്ട് വിളിക്കട്ടെ, ഇല്ലെങ്കിൽ വന്ന് കാണട്ടെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഒരു മെൻ്റൽ ഫൈറ്റ്, ഇല്ലെങ്കിൽ ഒരു നമ്മൾ മെസ്സേജിൽ കൂടെ ഫൈറ്റ് ചെയ്യുക, ഫോൺ കോളിൽ കൂടെ ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് തന്നെ വെർബലി ഫൈറ്റ് ചെയ്യുക. ഫൈറ്റ് എനിക്കിവിടെ എന്തായാലും കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇത് രണ്ട് കൂട്ടരെയും നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും എനിക്കിവിടെ മെസ്സേജായിട്ട് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവർ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അവർക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയണം എന്നുള്ള ഒരു ആഗ്രഹവും ഉണ്ട് അവരുടെ മനസ്സിൽ. ഓക്കെ, എനിക്കിവിടെ അവർ വല്ലാതെ ഫാൻറ്റസൈസ് ചെയ്യുന്ന പോലുള്ളൊരു മെസ്സേജും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് സീ. ഇവിടെ എനിക്ക് 9 of Swords ആണ് വന്നിരിക്കുന്നത്. ഇത് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിയർ, ആൻസൈറ്റി, ടെറർ, നെഗറ്റിവിറ്റി, ഡീപ്പ് അൺഹാപ്പിനെസ്, സ്ട്രെസ്, ബേർഡൻ. ഓക്കെ, ഇതൊക്കെ അവരുടെ ലൈഫിൽ അവരിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ലൈഫിൽ ഇപ്പം ലവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് 100% ഷുവറാണ്. ഇത് വേറെ കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് അല്ല എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഈ ഒരു ഇന്നത്തെ റീഡിങ്. പേജ് ഓഫ് വാൻസ്. ഇത് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ ഒരു ഓക്കെ, ഇത് പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്, ഒരു പ്ലേയിങ് എനർജിയെയാണ് എനിക്ക് കാണുന്നത്. ഈ പേഴ്സൺ പ്ലേ ചെയ്യുക, അതായത് ആക്ട് ചെയ്യുക, റിയൽ ആയിട്ടുള്ള ഒരു ഇമോഷൻ അവർ നിങ്ങളിലേക്ക് കാണിക്കാതിരിക്കുക, നിങ്ങളോട് കാണിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരു മെസ്സേജാണ് എനിക്ക് വരുന്നത്. അതാണ് അവരെ ഏറ്റവും കൂടുതൽ അവരല്ലാതാക്കി മാറ്റുന്നത്. ഓക്കെ, ആ ഒരു ഇമ്മച്യൂർഡ് ആയിട്ടുള്ളൊരു ബിഹേവിയറാണ് അവരല്ലാതാക്കി മാറ്റുന്നത്. ആക്ച്വലി ഈ പേഴ്സൺ നല്ലൊരു പേഴ്സണാണ്. എനിക്കിവിടെ ക്യൂൻ ഓഫ് കപ്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ പ്ലേയിങ് എനർജി ഉണ്ടല്ലോ, അതാണ് ഈ കണക്ഷനെ മൊത്തം ഒരു ഡിസാസ്ട്രസ് ലെവലിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. അതായത് അവർ ശരിക്കും അവരുടെ പൊട്ടൻഷ്യൽ പുറത്തേക്ക് എടുക്കുന്നില്ല, അവർ ശരിക്കും അവരുടെ സ്നേഹം പുറത്തേക്ക് കാണിക്കുന്നില്ല, അവർ ജസ്റ്റ് ആക്ട് ചെയ്യുകയാണെന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. ഇമ്മച്യൂർഡായിട്ട് ബിഹേവ് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഓക്കെ, ഇതിനൊരു മാറ്റം വരും എന്നുള്ളത് തന്നെയാണ് എനിക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജ്. ഓക്കെ, പക്ഷേ അവർക്ക് ചില കാർമിക് ലെസൺസ് സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് എനിക്ക് വരുന്നുണ്ട്. അതുതന്നെയായിരിക്കും അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അഗെയിൻ എനിക്ക് പേജ് ഓഫ് സ്വാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചാണ് അവരുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. ഓക്കെ, ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്നത് പോലെ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. അവർ പാസ്റ്റിൽ സംഭവിച്ചു പോയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ അനലൈസ് ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ എന്നുള്ളതാണ്. പാസ്റ്റിൽ സംഭവിച്ചത് എന്താണ്? നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷനാണല്ലോ പാസ്റ്റിൽ സംഭവിച്ചത്. ഓക്കെ, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു ഈ റീഡിങ് ഡെഫിനറ്റ് ആയിട്ടും ലവ് റിലേറ്റഡ് ആയിട്ടാണ്, അതായത് ഒരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പാസ്റ്റിലേക്ക് പീപ്പ് ചെയ്യുന്നത് പോലുള്ള ഒരു മെസ്സേജ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ വേണമെങ്കിൽ മുമ്പ് നിങ്ങളുമായിട്ട് നടന്നു പോയിരിക്കുന്ന കോൺവെർസേഷൻസ് അവർ നോക്കുക, അതായത് ചാറ്റ്സ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ മെയിൽസ് എടുത്ത് നോക്കുക, എന്തൊക്കെയാണോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവരൊന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, റീതിങ്ക് ചെയ്യുക. അങ്ങനെ ഓൾഡ് മെമ്മറീസ് അവരെ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നത് പോലെ, അതായത് ഒരുപാട് ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്നുണ്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. നിങ്ങളുമായിട്ട് നടന്ന ഫൈറ്റിനെ കുറിച്ച് അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരത് വീണ്ടും വീണ്ടും റിക്കർ ചെയ്തിട്ട് അവരുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ്. ഒരുപാട് ആങ്ഷ്യസ് ആയിട്ടുള്ള ഒരു എനർജി ഇപ്പോൾ എനിക്ക് അവരിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അവരാകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അവർ ഇൻ കേസ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ മോസ്റ്റ് പ്രോബബ്ലി അവർ കൺഫസ് ചെയ്യും. ഓക്കെ, അവർ മനസ്സ് തുറന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുള്ളതാണ്. കാരണം എനിക്കിവിടെ 4 of Cups കാണുന്നുണ്ട്.
One more card. ഇവിടെ ജസ്റ്റിസ് ആണ് എനിക്ക് വന്നിരിക്കുന്നത്. ഇത് കൂടെ എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഗൽ ഇഷ്യൂസ് ഈ പേഴ്സണിൻ്റെ ലൈഫിൽ കൂടെ പോകുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ഈ പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഇപ്പോഴും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് സംഭവിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അതുമാത്രമല്ല കാർമിക് ജസ്റ്റിസ് എനിക്ക് കാണുന്നുണ്ട്. കർമ്മഫലം അവർ അനുഭവിക്കണം എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഗൈസ്. ഓക്കെ, ലൈഫ് ലെസൺസ് അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. എനിക്കൊരു അപ്പോളജി കാണുന്നുണ്ട് എന്തായാലും. അത് ഈ ലൈഫ് ലെസൺസ് ഒക്കെ പഠിച്ചതിന് ശേഷം അവർ വന്നിട്ട് അപ്പോളജൈസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് റീഡിലും ഞാനത് കണ്ടിരുന്നു. ഇപ്പോൾ വരുന്ന ഈ റീഡിംഗ് ഒക്കെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട് കേട്ടോ. ഈ റീഡിങ്ങിനൊക്കെ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എൻ്റെ പ്രീവിയസ് റീഡിൽ ഞാൻ പലപ്പോഴായിട്ട് പല റീഡിങ്ങിലായിട്ട് ഞാൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മീറ്റ് ചെയ്യും ഇല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരുപാട് റീഡിങ്സ് ഉണ്ട്. അതൊക്കെ എടുത്ത് കാണുക. അത് ടൈംലെസ് റീഡിംഗ് ആണ്. പറഞ്ഞ സമയത്തിനുള്ളിൽ പലർക്കും അവരുടെ പേഴ്സണിൻ്റെ സൈഡിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് ഹൺഡ്രഡ്സ് ഓഫ് മെസ്സേജസ് എനിക്കത് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ സ്പെൽസ് ചെയ്യുമ്പോഴും അതെ, ഒരുപാട് പേർക്ക് പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ റീഡിങ് ഏതൊക്കെയാണെന്നുള്ളത് എനിക്കിപ്പോൾ ഓർമ്മയില്ല. കാരണം ഞാൻ ഒരുപാട് റീഡിങ് ഇടുന്നത് കാരണം ഈ ഒരു ചാനലിൽ മാത്രമല്ല, എനിക്ക് വേറൊരു ചാനലും ഉണ്ട്. അപ്പോൾ അവിടെയും ഞാൻ റീഡിങ് ഇടുന്നുണ്ട്. അപ്പം ഏതൊക്കെ റീഡിങ്ങിലാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. നിങ്ങളെടുത്ത് ചെക്ക് ചെയ്യുക. ആ റീഡിങ് കണ്ടാൽ ആ കണ്ട സമയം മുതലുള്ള ഞാൻ പറഞ്ഞിട്ടുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ സൈഡിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ വന്നിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇവിടെ 6 of Swords ആണ് എനിക്ക് വരുന്ന മെസ്സേജ്. ഈ പേഴ്സൺ അവർ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് അല്ലെങ്കിൽ അവരെന്തിലാണോ ക്ലിങ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടുള്ളൊരു മെസ്സേജാണ് എനിക്ക് ഫൈനലി വന്നിരിക്കുന്നത്. ഓക്കെ, എനിക്ക് 1-2 ക്ലാരിഫിക്കേഷൻ ചോദിക്കാനുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇവിടെ 9 of Swords വന്നിരിക്കുന്നത്, അതേപോലെ തന്നെ 10 of Wands വന്നിരിക്കുന്നത്? ഓക്കെ, ഇവിടെ എനിക്ക് 10 of Cups റിവേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ പേഴ്സൻ്റെ ലൈഫിൽ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിരുന്ന ഒരു കാര്യം അവരുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ട്. അത് അവരെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഗൈസ്. അതായത് ഒരു ഫാമിലി പോലെ ഉണ്ടായിരുന്നു. അതായത് ഭയങ്കര ലവിങ് ആയിട്ടുള്ള ഒരു എനർജി അവരുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരായിട്ട് അതിനെ പുറത്തേക്ക് പുഷ് ചെയ്തിട്ട്, അതായത് അവരായിട്ട് അതിനെ എക്സ്പെൽ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതാണ് അവർക്കിപ്പോൾ 9 of Swordsൻ്റെ ഫീലിങ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, അവർക്ക് അറിയുന്നില്ല ആ എനർജി അവരുടെ ലൈഫിൽ എത്രത്തോളം നല്ലതായിരുന്നു എന്നുള്ളത്. ആ ഒരു എനർജിയെയാണ് അവർ എക്സ്പെൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്കിപ്പോൾ 9 of Swordsൻ്റെ എന്താ പറയുക അവസ്ഥയിൽ കൂടെ ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് അവർക്ക് 10 of Wands വന്നിരിക്കുന്നത്? ഹെയർഫെൻഡ് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അവരവരുടെ ലൈഫിൽ ചെയ്തു പോയി. ഓൾറെഡി ചെയ്തിട്ടുണ്ട് അവരത്. അത് അവരായിട്ട് തന്നെ ചെയ്തതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഏസ് ഓഫ് കപ്സ് അവരുടെ ലൈഫിൽ ഭയങ്കര ബ്ലൂമിങ് ആയിരുന്ന, ഭയങ്കര ഓവർഫ്ലോയിങ് ആയിരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഇമോഷനെയാണ് അവർ എക്സ്പെൽ ചെയ്തിരിക്കുന്നത് ഗൈസ്. ഓക്കെ, അതൊരിക്കലും അവർ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമല്ല. അതുകൊണ്ടാണ് ഞാനത് അവിടെ കിട്ടുന്നത്. അവരൊരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ അവരത് ചെയ്തു. എന്നിട്ട് അവരവരുടെ ലൈഫിലേക്ക് കുറേ ബേർഡൻസ് വിളിച്ചു വരുത്തി അതിൽ കൂടെ. ഓക്കെ, ഇവിടെ എനിക്ക് സ്റ്റാർ റിവേഴ്സാണ് വന്നിരിക്കുന്നത്. യെസ്, അവർക്ക് സെൽഫായിട്ട് ഹീൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. ഓക്കെ, അവർക്ക് ഹീലിംഗ് ആവശ്യമാണ്. അവരിപ്പോൾ വൂണ്ടഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവർക്ക് ഹീലിംഗ് ആവശ്യമാണ്, പക്ഷെ അവർക്ക് പറ്റുന്നില്ല. മനസ്സിലായോ? Two of Swords ആണ് എനിക്ക് വന്നിരിക്കുന്നത്. യെസ്,
അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടിയാണ് അവരിപ്പം പോകുന്നത്. പക്ഷെ അവരതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്തിട്ട് വരും ഗൈസ്. അവർ ഓവർകം ചെയ്യും. അവരുടെ കാർമിക് ലെസൺസ് ലേൺ ചെയ്തതിന് ശേഷമായിരിക്കും അവരത് ഓവർകം ചെയ്തിട്ട് വരുന്നത്. അവർക്ക് എന്തായാലും ഇവിടെ ഒരു വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി എനിക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈ പ്രീസ്റ്റസും വന്നിട്ടുണ്ട്. എന്തായാലും ഇമോഷണൽ ചേഞ്ചസ് അവരുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. ഓക്കെ, എത്ര ഹാർഡായിട്ടുള്ള മൈൻഡ് ഉള്ള ആളാണെങ്കിലും ശരി, ഇമോഷണൽ ചേഞ്ച് ഡെഫിനറ്റ് ആണ്. ഇവിടെ എനിക്ക് 9 ഓഫ് സ്പോർട്സ് അഗെയിൻ കാണുന്നുണ്ട്. അത് അവർ കാർമിക് ലെസൺസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ഗൈസ് അവരുടെ ലൈഫിൽ. ഓക്കെ, അത് അവരെ തന്നെ ശരിക്കും പേടിപ്പെടുത്തുന്നുള്ളതാണ്. അതായത് ആ ഒരു സ്പിരിച്വൽ ലെവലിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവർക്ക് ഒരുപാട് ബാഡ് ഡ്രീംസ് വരിക, ഹെഡേക്ക് ഉണ്ടാവുക, ബോഡി പെയിൻ ഉണ്ടാവുക, ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടാവുക, പിന്നെ മൊത്തത്തിൽ അവർക്ക് മെൻ്റൽ സ്ട്രഗിൾ ഉണ്ടാവുക, അങ്ങനെ പല പല കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കുന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളെന്തായാലും അവർക്ക് വേണ്ടിയിട്ട് പ്രെയർ ചെയ്യുക. അവർക്ക് നല്ല മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് പ്രെയർ ചെയ്യുക ഗൈസ്. നിങ്ങളുടെ പേഴ്സണെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. ഓക്കെ, കാരണം തെറ്റുകൾ എല്ലാവരും ചെയ്യും, നമ്മളും ചെയ്യും, അവരും ചെയ്യും, എല്ലാവരും ചെയ്യും അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ഇമെച്യൂർഡായിട്ടുള്ള ആ ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഇതിൽ ചെയ്തു പോയ മിസ്റ്റേക്സ് ആയിരിക്കാം ഇതൊക്കെ. അപ്പോൾ അത് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഭയങ്കര ഹാർഡായിട്ട് അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടണമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ നമ്മൾ ആർക്കും ഹാർഡായിട്ട് പണിഷ്മെൻറ്റ് കിട്ടണമെന്ന് ചിന്തിക്കരുത്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ട് മാത്രം ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അത് നമുക്കും നല്ലതാണ്. പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് എന്നുള്ളത്. അപ്പം നമുക്കും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ആരുടെ അടുത്ത് പോയിട്ട് നമ്മളുടെ വിഷമങ്ങൾ പറയും, റൈറ്റ്? അപ്പം നിങ്ങൾ ആർക്കും ബാഡായിട്ടൊരു ലൈഫ് വരണം, അല്ലെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇരിക്കരുത്. പകരം എല്ലാവരുടെയും, അതായത് എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സണിൻ്റെ സ്ട്രഗിൾസ് മാറ്റിയിട്ട്, അവരുടെ മനസ്സ് മാറ്റിയിട്ട് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, കാരണം അവർ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ പെയിൻ ഉണ്ടല്ലോ, ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കൺഫ്യൂഷൻ, ഓക്കെ, ഇതൊക്കെ എന്തുകൊണ്ടാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ശരിക്കും ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടായിരുന്നു. അതിനെ അവർ എക്സ്പെൽ ചെയ്തു എന്നുള്ളതാണ്. അവരുടെ ഇമ്മെച്യൂരിറ്റി കാരണമാണ് അവരങ്ങനെ ചെയ്തത്. എല്ലാവർക്കും ഇമ്മെച്യൂരിറ്റി ഉണ്ടാവും അല്ലേ. നമ്മളൊക്കെ മെച്യൂർഡ് ആവുന്നത് ഒരുപാട് ലെസൺസ് ലേൺ ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ ആ ഇമ്മെച്യൂർ ആയിട്ടുള്ള ബിഹേവിയറിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ആ ഒരു നല്ല ഡിവൈൻ എനർജി അവരുടെ ലൈഫിൽ നിന്ന് പോയത്. അവർക്ക് ഒരുപാട് സ്നേഹം മാത്രമേ അത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. അതിനെയാണ് അവർ എക്സ്പെൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവർ കാർമിക് ലെസൺസ് എന്തായാലും ലേൺ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് അവർ തിരിച്ചു വരുന്നതായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക്. ഓക്കെ, കാരണം എനിക്കിവിടെ അവർക്ക് ഹീലിംഗ് അത്യാവശ്യമാണ് എന്നുള്ളത് എനിക്കിവിടെ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആ ഹീലിംഗ് അവർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളും അവരുമായിട്ട് കണക്റ്റഡാണ്. നിങ്ങൾ വളരെ ഡിവൈൻലി ആയിട്ടുള്ള ബീയിങ്സാണ്. ഓക്കെ, അപ്പം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഹീലിംഗ് എനർജി പാസ് ചെയ്യുക. മനസ്സുകൊണ്ട് അവർക്ക് ഹീലിംഗ് നൽകണം, ഇല്ലെങ്കിൽ അവർ ഹീൽഡ് ആവണം എന്ന് നിങ്ങൾ പ്രെയർ ചെയ്യുക. ഓക്കെ, അവരുടെ മനസ്സ് മാറണമെന്ന് പ്രെയർ ചെയ്യുക. അവരുടെ മനസ്സിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രെയർ ചെയ്യുക. അവർ നല്ല രീതിയിലായി മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്യും ചില കാര്യങ്ങൾ കേട്ടോ. പെയിൻ ആണെന്നുണ്ടെങ്കിലും ശരി, ഹാപ്പിനെസ് ആണെങ്കിലും ശരി. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും. നിങ്ങൾക്ക് അറിയുന്നില്ല അത് എങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്നുള്ളത്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അവർക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള പെയിൻ വരുന്നത് പോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും അതേപോലെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ അനുഭവിച്ച പോലെ തന്നെ ഒരു വേറെ തരത്തിലാണെങ്കിലും അവരും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം അവർക്ക് ഹീലിംഗ് എനർജി നിങ്ങൾ പാസ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കുറച്ച് എൻചാൻറ്റഡ് കാർഡ്സ് എടുക്കട്ടെ, അതിൽ കൂടെ എന്തെങ്കിലും സ്പെഷ്യൽ മെസ്സേജസ് വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ഓക്കെ, എക്സ്ക്യൂസ്
me. എന്തെങ്കിലും സ്പെഷ്യൽ മെസ്സേജസ് എൻചാന്റഡ് കാർഡ്സ് കൂടെ വരുന്നുണ്ടോ നോക്കട്ടെ. കോർട്ട് ജസ്റ്റിസ് ലോ കേസസ് അഡ്വൈസർ. അപ്പം ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ലീഗൽ ഇഷ്യൂസ് ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാവും. ചിലപ്പോൾ റിയൽ ലൈഫിൽ ലീഗൽ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹയർ സോൾസിൻ്റെ മുന്നിലുള്ള ലീഗൽ ഡിസ്പ്യൂട്ട്സ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ എനിവേയ്സ് എനിക്കിത് 2 times ആണ് ഈ ലീഗൽ റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് വരുന്നത്. എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും കാർമിക് ജസ്റ്റിസ് ഇവിടെ നടക്കും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. ആ കാർമിക് ജസ്റ്റിസ് നടക്കുന്നതിന് മുമ്പ് അവർക്ക് ലൈഫ് ലെസൺസ് സംഭവിക്കുന്നതായിരിക്കും. ലൈഫിൽ ഒരുപാട് ലെസൺസ്, അതിന് ശേഷം തന്നെയായിരിക്കും അവർ അപ്പോളജൈസ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, റിയലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രണ്ട്സ്. ജയിൽ, ലോക്ക്ഡ് അപ്പ്, ട്രാപ്ഡ്. soul connection, partnership, soul contract, life partner. Heartbreak, pain, separation, loss, deception, lies. Okay, awaiting messages, tweets, calls, emails, and talks. Shocked, surprised, unbelievable. Oops. ഒരു കാർഡും കൂടെ അതിൻ്റെ ചോട്ട് കൂടെ വന്നിട്ടുണ്ട് നോക്കട്ടെ. സഡൻ ആക്ഷൻ, അൺഎക്സ്പെക്റ്റഡ് മൂവ്. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. ഈ പേഴ്സൺ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്, പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് പെട്ടെന്നായിരിക്കും ആക്ഷൻ ഉണ്ടാവുക. ഒരു സഡൻ ചേഞ്ച് ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, പെട്ടെന്നൊരു എപ്പിഫനി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു റിയലൈസേഷൻ അവർക്ക് സംഭവിക്കും. എന്നിട്ടായിരിക്കും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും ആണ് ഇന്ന് എടുക്കുന്നത്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കേണ്ട. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ പേപാൽ എൻ്റെ സ്ട്രൈപ്പ് മാത്രമാണ് എനിക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പേപാൽ ഇന്ത്യയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയാം. അതേപോലെ തന്നെ സ്ട്രൈപ്പും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പേയ്മെൻറ്റിനായിട്ട്. വെറുതെ എന്തിനാണ് വാട്സപ്പ് ഉണ്ടോ ഇല്ലെങ്കിൽ GPay ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ഓൾറെഡി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുമായിരുന്നു. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കരുത്, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതല്ല. ഓക്കെ, ഇൻഡിവിജ്വൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് പേഴ്സണൽ റീഡിങ് വെക്കുന്നത്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് അങ്ങനെയാവോ ഇങ്ങനെയാവോ അവർ വരുമോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ അതിന് റിപ്ലൈ ചെയ്യില്ല. കാരണം എങ്ങനെയാണ് ഞാൻ അതിന് റിപ്ലൈ ചെയ്യുക? നിങ്ങളുടെ കാര്യങ്ങൾ എത്ര മെസ്സേജസാണ് എനിക്ക് അങ്ങനെ വരുന്നത്. അപ്പോൾ അത്രയും ആൾക്കാരെ ഞാനിവിടെ ഇരുന്നിട്ട് റീഡ് ചെയ്തിട്ട് എനിക്ക് റിപ്ലൈ ചെയ്യാൻ, മെസ്സേജസ് കൂടെ ടൈപ്പ് ചെയ്തിട്ട് റിപ്ലൈ ചെയ്യാൻ എനിക്ക് പറ്റില്ല. നിങ്ങളത് എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. എൻ്റെ ടൈമും നിങ്ങളുടെ ടൈമും ഒക്കെ വളരെ വാല്യുബിൾ ആണ്. അപ്പോൾ ഇത്തരം മെസ്സേജസ് അയച്ചിട്ട് വെറുതെ ടൈം കളയണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവരെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സാറ്റർഡേ ആൻഡ് സൺഡേ മാത്രമേ ഉള്ളൂ ഞാൻ റീഡിങ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. വീക്ക് ഡേയ്സിൽ റീഡിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം അത്രയുമാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഞാൻ നല്ല റീഡിങ്ങുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.